ഹലോ ഗായ്സ്, നമുക്കിന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും ആഷിക്ക് ഓഫ് ഡേ ആയിരുന്നു. 4 ദിവസത്തെ അടുപ്പിച്ചുള്ള പണിക്ക് ശേഷം കിട്ടിയ ഓഫ് ഡേ ആണ് എനിക്ക്. അപ്പോൾ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഇവിടെ വിൻ്ററൊക്കെ ആയി, ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് പോകുന്നത്. ചെട്ടിനാട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ സ്പെൻഡോയിൽ തന്നെ ഉള്ളതാണ്. വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ. ഞാൻ അവിടെ പോയത് ദോശ കഴിക്കാനാണ്. ദോശ മാത്രം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. പക്ഷേ ഏത് ദോശ വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഫുഡ് കഴിക്കുമ്പോൾ പോകുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ടർ കിട്ടുക, പപ്പടവും കുറച്ച് ഡിപ്സും ആയിട്ട്. ആഷ് പിന്നെ മെനു മൊത്തം പഠിച്ചിട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് തന്നെ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചിക്കൻ പക്കോട ഓർഡർ ചെയ്തു. എനിക്കിവിടുത്തെ ചിക്കൻ പക്കോടയും ചിക്കൻ 65 ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോൾ പോയാലും ഈ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിരിക്കും. അതിൻ്റെ കൂടെ ഒരു മിൻറ്റിൻ്റെ ചട്നി ഉണ്ടായിരുന്നു. അത് ആ പപ്പടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളുമാണ്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതൊക്കെ ഒന്ന് കഴിച്ചിരിക്കുകയായിരുന്നു. അതിന് ശേഷം പിന്നെ ആ പപ്പടവും ഡിപ്പും കൂട്ടി കഴിക്കാൻ നോർത്തു. അപ്പോൾ ഇതൊരു പുളിയിഞ്ചി പോലത്തെ പുളിയും മധുരമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഡിപ്പാണ്. നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും കഴിച്ച് നല്ല തമിഴ് പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക ഞാൻ. അപ്പോഴേക്കും നമ്മളെ ദോശ വന്നു. ഇവിടെയാണ് ഇനി ടേണിംഗ് പോയിൻറ്റ്. ദോശ കഴിക്കാൻ കൊതിച്ചാണല്ലോ ഞാൻ വന്നത്. അങ്ങനെ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടിയിരിക്കണ എന്നോട് അവിടുത്തെ കുട്ടി വന്ന് പറഞ്ഞു, മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്യൂ, നല്ലതാണെന്ന് പറഞ്ഞു. കേട്ട പാട് കേൾക്കാത്ത പാട് ഞാൻ പറഞ്ഞു, ഓക്കെ അത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ പണി കിട്ടിയത് അതല്ല. ഈ ദോശയുടെ ഉള്ളിൽ ക്യാരറ്റ് പച്ചക്ക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത് തുറന്നപ്പോൾ തന്നെ കാണുകയും ചെയ്തു. ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ആ ഒരു ക്യാരറ്റ് കാരണം ആ ദോശയുടെ മൊത്തത്തിലുള്ള ഫ്ലേവർ ഇങ്ങോട്ട് പോയി കിട്ടി. മൈസൂർ മസാല ദോശ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഉള്ളിലൊരു സ്പൈസി ചട്നി ഉണ്ട്. അതുകൊണ്ടാണ് അവളത് എന്നോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ക്യാരറ്റ് അതിൽ വേണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അവിടെ ഫിൽറ്റർ കോഫി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പൊതുവേ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ വിൻ്റർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നെങ്കിൽ മിൽക്ക് കോഫി അല്ലെങ്കിൽ ക്യാപ്പിച്ചിനോ ആണ് ഞാൻ ഓർഡർ ചെയ്ത് കുടിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സിനെക്കാളും അതാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ക്യാപ്പിച്ചിനോ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത്. നേരത്തെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാംഗോ ലസ്സി കുടിക്കുക. അപ്പോൾ തണുപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ഓർത്ത് ലസ്സി കുടിക്കേണ്ടെന്ന് ഓർത്തു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ സ്പെൻഡോ ആർക്കേഡനിലേക്കാണ് ഞങ്ങൾ പോയത്. ഇതൊരു മോളാണ്, സിറ്റി സെൻറ്റർ പോലെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ന്യൂയോർക്കറിലേക്ക് കയറാൻ പോവാണ്. 70% ഓഫ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പോകുന്നത്. കാരണം ഈ ആഴ്ച 29th ബ്ലാക്ക് ഫ്രൈഡേ ആണ്. യൂറോപ്പിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഡേയും കൂടെയാണ് ബ്ലാക്ക് ഫ്രൈഡേ. ആ ദിവസം അത്യാവശ്യം നല്ല പോലെ ഓഫർ ഉണ്ടാവും. എല്ലാ ഷോപ്പുകളിലും തന്നെ ഉണ്ടാവും. അത് അങ്ങനെ കൊടുക്കണം എന്നാണൊരു നിയമം. ഇതെന്താണ് ബ്ലാക്ക് ഫ്രൈഡേ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനതൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പിൽ പോവുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കൊരു ഷൂട്ടുണ്ട്. നെക്സ്റ്റ് വീക്കാണ് അത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനത് ജസ്റ്റ് നോക്കി. പ്രൈസും ഓക്കെ ആയിരുന്നു. എന്നാലും ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ മനസ്സിലിങ്ങനെ എൻ്റെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കൊരു ജാക്കറ്റ് മേടിക്കാനുണ്ട്. ആ ജാക്കറ്റിൻ്റെ കളർ അനുസരിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്ന് ഞാൻ നോക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നാട്ടിൽ പോവും ജനുവരിയിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ആ കൂട്ടത്തിൽ നോക്കും. എപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കും. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇത് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെ ആഷി എടുത്ത് വെച്ചാണ് തുടങ്ങി. ഇവിടെ ഓൾമോസ്റ്റ് ക്രിസ്മസിൻ്റെ എല്ലാ സംഭവങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ അതിൽ കൂടെ തേരാപ്പാരയൊക്കെ നടന്നു. കുറേ സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സാറ്റേൺ, മീഡിയ മാർട്ട് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 150 യൂറോൻ്റെ കൂപ്പൺ കയ്യിലിരിപ്പുണ്ട്. ആ കൂപ്പൺ വെച്ച് എന്ത് വാങ്ങാമെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അപ്പോഴാണ് ഈ ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു എനിക്കൊരു മൂക്കുത്തി മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഇയർ പിയേഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ആഷിക്കും എനിക്കും സെക്കൻഡ് സെറ്റ് കുത്തണമെന്നൊരാഗ്രഹമുണ്ട്. ഞാനിപ്പോൾ അടുത്തിടെ നാട്ടിൽ പോകുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ നാട്ടിൽ നിന്ന് കുത്താനുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ നിനക്ക് കുത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടും കുറേ ഡിസ്കസൊക്കെ ചെയ്ത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ കുട്ടി നല്ല മോട്ടിവേഷനായിരുന്നു. ഒരു കുഴപ്പമില്ല, കുത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആഷി
കമ്മൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നമ്മൾ കൺസെൻറ്റ് കൊടുക്കണം, ഇങ്ങനെ സൈനൊക്കെ ചെയ്ത് കൊടുക്കണം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ കമ്മൽ വാങ്ങിക്കണം കേട്ടോ. കമ്മലൊക്കെ വാങ്ങിച്ച് ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ സിൽവറാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ കുട്ടിയുടെ കൺസെൻറ്റ് മേടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പുള്ളിക്കാരി ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു, പുള്ളിക്കാരിയാണ് ചെയ്തത്. ഇങ്ങനെ എന്താ നടക്കാൻ പോണേന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കണ്ണടച്ച് വെച്ചോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചു. പക്ഷെ പുള്ളിക്കാരി കണ്ണൊന്നും അടച്ചില്ല, കുഴപ്പമുണ്ടായില്ല. ഒടുക്കത്തെ കോൺഫിഡൻസ് കൊടുത്ത് ചതിയിൽ ചാടിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു സാധനമാണ് ഞാനിട്ടോ. ഒരു കുഴപ്പമില്ല മോളെ, ചെയ്തോ എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് കൊടുത്താണ് ഞാൻ അവളെ കൊണ്ട് കുത്തിച്ചത്. എന്നിട്ട് ഞാൻ കുത്തിയോ? അതുമില്ല. ഞാൻ മൂക്കുത്തി മേടിച്ചോ? അതുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവളത് പറയുമായിരുന്നു, നിനക്ക് വേണ്ടി അങ്ങോട്ട് കയറിയിട്ട് നീ എന്നെ ചതിച്ചല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആഷി സെക്കൻഡ് സെറ്റ് കുത്തിയിട്ട്. സത്യത്തിൽ ഇത് കുറച്ച് ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ അവൾക്ക് ഇനി കുത്താൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇറക്കി കുത്തിയത്. അതാകുമ്പോൾ അടുത്ത് കുറച്ചൊക്കെ കയറ്റി കുത്താലോ. എന്നിട്ട് എങ്ങനെയുണ്ട്, പെയിനൊക്കെ ഉണ്ടാവും ഞാൻ ചോദിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ പോകാൻ നേരം നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതൊന്നും എടുത്തില്ല കേട്ടോ. എന്നിട്ട് വന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.